Yes, yes, sir. Good morning. Good morning, sir. Yes, good morning, Sarila. Good morning, sir. Okay, Kirtana കരട് കുറച്ച് ദിവസമായല്ലോ. ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിൽ പൊങ്കാല ഇടാൻ പോയേക്കായിരുന്നു സാർ. അതെ, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. Very good, very good. Okay, Kirtana, okay, Farsana, good morning. Ribilla, okay. Ribina, okay. ഞാൻ പേര് മാറുന്നു. Okay, okay, Ribina. Yes. Let us start. ആരംഭിച്ചാലോ? Okay. So we are going to start. So last class we were discussing about one thing, that is your favorite teacher. ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞു വന്നപ്പോ സഫീറക്ക് കഴിഞ്ഞ പ്രാവശ്യം പറയാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ സഫീർ എന്ന് പറഞ്ഞിരുന്നു. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. സഫീർ, ആർ യു റെഡി? യെസ്, സഫീർ വരുമ്പോ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൈ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതില് എന്തുകൊണ്ടാണ് നമ്മൾ ആ ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത്, അതിന്റെ കാരണവും നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ടെൻസിനെ കുറിച്ച് പറഞ്ഞു നമ്മള്. അപ്പൊ നമ്മൾ ടെൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ എത്തിയത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിലാണ് നമ്മൾ എത്തിയത്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് കൂടി പറഞ്ഞതോടുകൂടി ഏതാണ്ട് 9 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 9 ടെൻസിനെ കുറിച്ച്. ഏതൊക്കെയാണ് 9 ടെൻസ്? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള 9 ടെൻസ്. ഞാൻ ഒരു വാക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെൻസിന്റെയും അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് പോവുക എന്നുള്ള വാക്കാണ്. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ ഞാൻ പോകാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഞാൻ പോയി, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഞാൻ പോകും, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഞാൻ പോവുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഞാൻ പോവുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ ഞാൻ പോവുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും. ഇതാണ് അതിന്റെ അർത്ഥത്തിലെ ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഏത് അർത്ഥത്തിലാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സംഗതിയിൽ നമുക്കത് ചിന്തിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ 9 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഒരു ടെൻസിലേക്ക് കടക്കുകയാണ്. അപ്പോ അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം, കീർത്തന. ഓക്കെ, കീർത്തനയുടെ നാട് എവിടെയാണ്? നാട് ചെങ്ങന്നൂര്. ചെങ്ങന്നൂർ അല്ലേ? ഓക്കെ ഓക്കെ. എത്ര നാളായി അവിടെ താമസിക്കുന്നത്? ഞാനിപ്പോ 30 വർഷമായി. 30 വർഷമായി. അപ്പൊ 2024. അപ്പൊ 1994 വരെ അവിടെയാണ്. അപ്പൊ കീർത്തന, ഒരു സെന്റൻസ് ഇതാണ്. 1994 മുതൽ ഞാൻ ചെങ്ങന്നൂരാണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ ചെങ്ങന്നൂരാണ് താമസിക്കുന്നത്. നാളെയും ഞാൻ ചെങ്ങന്നൂർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എങ്ങനെ പറയും? നമുക്ക് വേണ്ട ആൻസർ ഇതാണ്. നേരത്തെ ഞാൻ അവിടെയാണ്, ഇപ്പോഴും ഞാൻ അവിടെയാണ്, ഭാവിയിൽ ഞാൻ അവിടെ തന്നെയായിരിക്കും. ആയിരത്തി 1994 മുതൽ ഞാൻ ചെങ്ങന്നൂരാണ്, ഇപ്പോഴും ചെങ്ങന്നൂരാണ്, നാളെയും ഞാൻ ചെങ്ങന്നൂർ തന്നെ ആയിരിക്കും. ഇതാണ് നമുക്ക് വേണ്ട ഒരു ഐഡിയ കിട്ടേണ്ടത്. അതിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നമുക്ക് പറയുമ്പോൾ പറയാലോ. കഴിഞ്ഞ ഒരു വർഷം പറയണം, ഒരു കറക്റ്റ് 2000 മുതൽ ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്തത്, ഇപ്പോഴും ബാങ്കിലാണ്, നാളെയും ബാങ്കിലായിരിക്കും.
അപ്പൊ അങ്ങനെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന വർഷം മുതൽ ഇന്ന കമ്പനിയിലാണ്, ഇപ്പോഴും അവിടെ തന്നെയാണ്, നാളെയും അവിടെ തന്നെയാണ്. യെസ്, ആ ഒരു ഐഡിയ കൺവേ ചെയ്യുന്ന ഒരു സെന്റൻസ് പറയാമോ? അതാണ് എന്റെ ചോദ്യം. പറഞ്ഞോ, തെറ്റിക്കൊണ്ട് കേൾക്കുന്നതല്ലോ പ്രോബ്ലം. 1996 മുതൽ ഞാൻ ചെങ്ങന്നൂരുണ്ട്, ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, നാളെയും അവിടെ തന്നെയുണ്ട്. ഓക്കെ, അവിടെയാണ്. ഓക്കെ, കേൾക്കുന്നതല്ല, നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഓക്കെ, ആലോചിച്ചു. അപ്പോ ഇവിടെയാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് കൂടാണ്ടൊക്കെ പല സ്ഥലത്തൊക്കെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അവിടെയാണ് എന്തെങ്കിലും ഒരു സംഗതി അത് നേരത്തെ നടന്നു, ഇപ്പോഴുമുണ്ട്, നാളെ അത് തുടരുകയും ചെയ്യും. അങ്ങനെയുള്ള അർത്ഥത്തില് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ആ ടെൻസ് ഉപയോഗിച്ച് ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് നേരത്തെയും അത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ്, നാളെയും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്നും അത് എങ്ങനെയാണ് എഴുതുന്നത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും ചിന്തിക്കാതെയൊക്കെ നമ്മൾ പലതൊക്കെ എഴുതിയിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് അതിനെക്കുറിച്ച് അത്രയും അങ്ങോട്ട് ചിന്തിക്കാതിരുന്ന സമയത്ത് പറ്റിയതാണ്. പോട്ടെ, പിന്നെ നമ്മൾ അത് ചിന്തിച്ച് പറയും. ഓക്കെ, അപ്പോ യെസ് സൗമ്യ, യെസ്, ഓക്കെ 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 സൗമ്യ, ഓക്കെ ഓക്കെ, നമുക്കൊരു പോയിന്റ് വെച്ച് പറയാം. ഓക്കെ, ഫോർ എപ്പോഴും പീരിയഡ് ഓഫ് ടൈം ആണ്, സിൻസ് ആണ് പോയിന്റ് ഓഫ് ടൈം കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറയാം, ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം ബി. ഓക്കെ സരില, ബി, BEN, ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ing, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇത് നമുക്ക് നേരത്തെ കീർത്തനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം. സബ്ജക്റ്റ് ഐ, ഐയുടെ കൂടെ ഹാസ് ഓർ ഹാവ് വരും, ഐ ഹാവ്. ബി, ഐ ഹാവ് ബീൻ. ലിവിങ്, ലിവ് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ കൂടെ ing കൂടി ചേർത്തു, ഐ ഹാവ് ബീൻ ലിവിങ് അറ്റ്, ഹലോ, ഓക്കെ ഓക്കെ, ഇൻ ചെങ്ങന്നൂർ സിൻസ് 1994. കറക്റ്റ് ആയിപ്പോ I have been living in Chenganur since 1994 എന്ന് പറയുമ്പോൾ, ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം 1994 മുതൽ ആ ആൾ അവിടെയാണ്, ഇപ്പോഴും അവിടെയാണ്, നാളെ അവിടെയല്ല, അല്ല സോറി, നാളെയും അവിടെയാണ്. ഇനി അടുത്ത ടെൻസ് നമ്മൾ പഠിക്കുമ്പോൾ നേരത്തെ അവിടെയായിരുന്നു, ഇപ്പൊ അവിടെയല്ല എന്നുള്ളത് ഞാൻ പെട്ടെന്ന് അതിങ്ങനെ ആലോചിച്ചപ്പോൾ ഇതിൽ കയറി വന്നതാണ്. അത് അടുത്ത ടെൻസ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ അവിടെയാണ്, ഇപ്പോഴും അവിടെയാണ്, നാളെയും അവിടെ തന്നെയാണ്. യെസ്, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബി, പിന്നെ വെർബ്, പിന്നെ ing, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? ഇനി മറന്നു പോകില്ലല്ലോ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇനി നിങ്ങൾക്കറിയാവുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന നിങ്ങൾ വാചകങ്ങളൊക്കെ പറഞ്ഞ്. സബ്ജക്റ്റ് വേണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, ബീൻ വേണം, വെർബ് വേണം, ing വേണം. യെസ്, പോരട്ടെ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. സബ്ജക്റ്റ് പ്ലസ് ഹാസ്, സമയം പറയുന്നു, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ. ഓക്കെ ഓക്കെ, അപ്പൊ നേരത്തെ ടീച്ചറാണ്. വേണമെങ്കിൽ ഒരു വർഷം കൂടി നമുക്ക് പറയാട്ടോ.
സൗമ്യയുടെ കൂടെ സിൻസ് 1920. ഓക്കെ 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 ഇയർ കൂടി പറയാം. യെസ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ഈ സിൻസ് ഉപയോഗിക്കുന്നതും ഫോർ ഉപയോഗിക്കുന്നതും, സിൻസും ഫോറും കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതില് സിൻസ് പോയിന്റ് ഓഫ് ടൈമും ഫോറ് പീരീഡ് ഓഫ് ടൈമുമാണ്. സിൻസ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം, ഫോർ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ, അത് ഇസ് എ പീരീഡ് ഓഫ് ടൈം. ഒരു എക്സാമ്പിൾ പറയാം. അരമണിക്കൂറായി അവന് വെള്ളത്തിന്റെ അടിയിലാണ്. സഫീറ പറയുന്നു ഐ ഹാവ് ബീൻ സ്റ്റേയിങ് നരിക്കുഴി ഫോർ. ഓക്കെ 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 ഫോർ. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഇതാണ്, ഫോർ എന്ന് പറഞ്ഞ പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അവൻ അരമണിക്കൂറായി വെള്ളത്തിന്റെ അടിയിലാണ്. ഓക്കെ ഓക്കെ ആദിത്യ കറക്റ്റ്. അപ്പൊ നമുക്ക് പറയാം ഹി ഹാസ് ബീൻ അണ്ടർ ദ വാട്ടർ ഫോർ ഹാഫ് ആൻ അവർ. അവിടെ ഫോർ ഹാഫ് ആൻ അവർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ടൈം. ഒരു സ്റ്റാർട്ടിങ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്, ഒരു പീരീഡ് ആണ്. പീരീഡ് ഓഫ് ടൈം വരുമ്പോ അവിടെ എന്ത് ഉപയോഗിക്കണം? ഫോർ ഉപയോഗിക്കണം. നേരെ മറിച്ചൊരു പോയിന്റ് മാത്രം പറയുന്നത് 1996 മുതൽ, അവിടെ മുതൽ എവിടം വരെ എന്ന് പറയുന്നില്ല, അവിടെ മുതൽ. അപ്പൊ എൻഡില്ല, അപ്പൊ അത് പീരീഡ് ഓഫ് ടൈം അല്ല. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ ഒരിക്കലും ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കരുത്. അവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ സിൻസ് ആണ്. സിൻസ്. അപ്പൊ സിൻസും ഫോറും ഈ രണ്ട് പ്രിപ്പോസിഷനും സമയത്തെ കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ 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 കൃഷ്ണപ്രിയ സരില ഓക്കെ ഓക്കെ ഫർസാന ഓക്കെ യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് സിൻസും ഫോറും സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. സിൻസ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. ഓക്കെ സഫീറ ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് 2016. 2016 മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. യെസ്. ഫോർ പീരീഡ് ഓഫ് ടൈമും സിൻസ് പോയിന്റ് ഓഫ് ടൈം. ഇതൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ 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 വെരി ഗുഡ്. യെസ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ പെരുമ്പാവൂർ ഫോർ. അപ്പൊ അവിടെ സിൻസ് ഉപയോഗിക്കുക. 2016 മുതലല്ലേ? ഇപ്പോഴും അവിടെ തന്നെ അല്ലേ? ഇപ്പൊ ഇല്ല സാറേ. അപ്പൊ അവിടെ ഇല്ല എങ്കിൽ അവിടെ ഈ ഹാവ് ബീൻ മാറ്റണം. മാറ്റിയിട്ട് അവിടെ ഹാഡ് ബീൻ ആക്കണം. ആ ടെൻസിലോട്ട് മാറണം. ഇപ്പൊ അവിടെ ഞാൻ അടുത്തേലും പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിടാണ്ടിരുന്നത്. ഇപ്പൊ അവിടെ ഇല്ല എങ്കിൽ ഹാസ് ബീൻ പറയണ്ട, ഹാഡ് ബീൻ ആണ് കറക്റ്റ്. യെസ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ അവിടെ ഇല്ല. യെസ്. ഓക്കെ ഹാഡ് ബീൻ ആണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ട്, ഇപ്പോഴുമുണ്ട്, ഭാവിയിലുമുണ്ട്. ഓക്കെ. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതുൾപ്പെടെ ഇപ്പൊ നമ്മള് 11 ടെൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഓക്കെ. യെസ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വിഷയം എടുത്തിടുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയമായിട്ട് നമ്മൾ പറയുന്നത് ഫാത്തിമത്ത് യെസ് ഫാത്തിമത്തിന് കിട്ടിയില്ല. സൂര്യ സുരേന്ദ്രൻ യെസ്. അപ്പൊ നമുക്ക് 1 തൊട്ട് 3 കറക്റ്റ് ആവുമെന്ന് പറയാം. സൗമ്യ വെരി ഗുഡ്. തിരിച്ചുകൊണ്ടാണ് സൗമ്യ. അപ്പൊ സൗമ്യ ഞാൻ സബ്ജക്റ്റ് പറയാണ്. ഓക്കെ സൂര്യ. യെസ് സൗമ്യ. ഒരു സംശയം ചോദിച്ചോട്ടെ. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ പെരുമ്പാവൂർ കഴിഞ്ഞിട്ട് സിൻസ് ചേർക്കോ? ഏത് സിൻസ് വേണ്ട. അല്ല ഐ ഹാഡ് ബീൻ വർക്കിംഗ് സിൻസ് ഓക്കെ ചേർക്കാം. അത് കുഴപ്പമില്ല. അവിടെ നമ്മൾ ഇപ്പൊ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് പീരീഡ് പറയാമല്ലോ. ഫോർ 10 years, ഫോർ 1 year നമുക്ക് പറയാം. സിൻസ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. യെസ് യെസ്. അപ്പൊ അവിടെ മുതൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അവിടെ ഇല്ലെന്ന് അർത്ഥം. യെസ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് സൗമ്യ
മ്യൂട്ട് ചെയ്തോളൂ. ആദ്യത്തെ ആൻസർ സൗമ്യ പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ്, അതായത് ഇപ്പൊ നമുക്ക് ഒരു നല്ല സുഹൃത്തുണ്ടാവും. ചിലപ്പോൾ നല്ല സുഹൃത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, നമുക്ക് നല്ലൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൈ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മൾ എന്നിട്ട് ആ ഫ്രണ്ടിന്റെ പേര് പറയുന്നു. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് രാഖി. ഞാൻ പറയുന്നു, എന്തുകൊണ്ടാണ് രാഖിയെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്? എന്റെ റീസൺ പറയുന്നു. ബിക്കോസ് അതിന്റെ 1-2 കാരണങ്ങൾ പറയുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല സുഹൃത്ത് നാട്ടിലോ ഇവിടെയോ അവിടെയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന്റെ പേര് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടോ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ അവനോട് അല്ലെങ്കിൽ അവളോട് പറഞ്ഞിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ അവളോടോ അവനോടോ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകും ഒരു നല്ല സുഹൃത്ത്. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണത്തിൽ നമുക്ക് തൽക്കാലം സെലക്ട് ചെയ്യാം. സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടാവും, പക്ഷെ ബെസ്റ്റ്, മൈ ബെസ്റ്റി എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ചിലപ്പോൾ അത് ചിലപ്പോൾ ഒരെണ്ണുണ്ടാവുള്ളൂ. അതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. അപ്പൊ എന്നിട്ട് നമ്മൾ അയാളെ കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. വാട്ട് ആർ ദ റീസൺസ് ഐ ലൈക്ക് ഹിം മോസ്റ്റ്. എന്തുകൊണ്ടാണ് ഞാൻ അവനെ അവളെ ഇഷ്ടപ്പെടുന്നത്? അതിന്റെ കാരണങ്ങളാണ് നമ്മളെന്ന് പറയുന്നത്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ്, ഫ്രണ്ടിന്റെ പേര് പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ അവളെ അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്നുള്ള കാരണം പറയുന്നു. ഒരുപക്ഷെ നിങ്ങളെ ഒരു ക്രിട്ടിക്കൽ മൂവ്മെന്റ് സഹായിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒപ്പം നിന്നതായിരിക്കാം. അതുമല്ല എങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണ് ഒരു ടച്ചിങ് ആയ ഒരു കാരണം ഉണ്ടാവാം, ഒരു ഇൻസിഡന്റ് ഉണ്ടാവാം. യെസ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവളുടെ ബെസ്റ്റ് സുഹൃത്തായിട്ട് മാറി, അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ നിങ്ങൾ ബെസ്റ്റ് സുഹൃത്തായിട്ട് സ്വീകരിച്ചു. ഒരുപക്ഷെ ഈ ബെസ്റ്റ് സുഹൃത്തിനെ ഇപ്പൊ കാണണമെന്നില്ല. ചിലപ്പോൾ +2 പഠിച്ച് പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. എങ്കിലും ഉള്ളിന്റെ ഉള്ളില് ഇപ്പോഴും നിങ്ങൾ സൂക്ഷിക്കുന്ന നിങ്ങളുടേതായ രഹസ്യങ്ങളുടെ കലവറയില് നിങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സുഹൃത്തില്ലേ, അതിനെ നമ്മൾ ഇപ്പോഴൊന്നും പൊടി തട്ടിയെടുക്കുന്നു. അപ്പൊ സംഗീത നമ്മളിവിടെ പറയുന്നത് ഒരു ബെസ്റ്റ് സുഹൃത്തിനെ കുറിച്ചാണ്. നിങ്ങളുടെ ബെസ്റ്റ് സുഹൃത്ത്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് എന്ന് പേര് പറയുന്നു. ഇനി ഇല്ല എങ്കിൽ നിങ്ങളൊരു സങ്കല്പ കഥയങ്ങൾ ഉണ്ടാക്കുക, കഴിയുന്നതും യാഥാർത്ഥ്യത്തോട് അടുത്ത് വെക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കഥ ഉണ്ടാക്കുക. ചിലപ്പോൾ വളരെ ലവ്ലി ആയിരിക്കും, ചിലപ്പോൾ കെയറിങ് ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് വരെ ഒരുമിച്ചുണ്ടായ ആളായിരിക്കും. അപ്പോ ഒരുപാട് റീസൺസ് ഉണ്ടാവും എന്തുകൊണ്ടെന്നുള്ളത്. യെസ്. അപ്പോ സൗമ്യക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നീട്ടി പിടിച്ചത്. അപ്പൊ സൗമ്യ ആലോചിച്ചു എന്ന് എനിക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞാൽ ജസ്റ്റ പറയുക, ഫാത്തിമത്തെ പറയുക. ഓക്കെ. ഇപ്പൊ വേണ്ട, സൗമ്യയും ജസ്റ്റയും കഴിഞ്ഞിട്ട് വന്നാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഹൈപ്പർ ന്യൂട്ടൺ റെഡിയാവുക. ഓക്കെ. അപ്പൊ സൗമ്യയുടെ ഐശ്വര്യത്തിൽ വേണം ഈ പദ്ധതി അത് മുന്നോട്ട് എത്തിക്കാനായിട്ട്. ഐശ്വര്യം ഉണ്ടാകണം, ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവർ തുടങ്ങിക്കോളും. യെസ്. My best friend is Soumya. Soumya അല്ലേ? Yes, sir. Yes. She is my degree level friend. Yes. She is tall. Yes. I am small. Yes. So our friends call him large Soumya, small Soumya. Oh yes. Large Soumya, small Soumya. Okay. Yeah. We became friends because of she cared me a lot. Yes. She solved all my mental problems, yes. My family problems, yes. and give suggestions. Yes. To solve my emotions. Yes. If any sad or if I became very sad, yes. she asked me what is your problem, and she will clear all my issues. Yes. That I like her yes. very much. Okay. She also I also
care her. Yesterday she called me and she has worried about that I have not a good job Yes. because I have high mark in degree level. Yes. Uh, every boys got a very high job, Yes. and my family also. My sister, my sisters also all got good job. Yes. So I think that she always pray for me. Yes. She told me that I also still I remember her. Yesterday she called me. Yes. That's all. Oh, That's all, very sir. good. Okay, okay, Soumya, that is all. Very good, Soumya. സൗമ്യയുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി how deep was your intimacy with your friend. Okay, okay, okay. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. Okay, very good, very good. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാം ഒരാള്, ഒരു സുഹൃത്ത്. അത് മെയിൽ ആവാം, ഫീമെയിൽ ആവാം. Okay, whatever it may be, you are telling about your best friend. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ആളെ കുറിച്ച് വേറെ ആളോട് പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ്. എന്തുകൊണ്ട്? അത് അയാൾക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് കൂടിയാണ്. ഓക്കെ, ജെസ്സി. ഓക്കെ, സോറി. ഓക്കെ ജെസ്ന, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ജെസ്സിലേക്ക് വരാം. ഓക്കെ, ഓക്കെ, ഓക്കെ. ജസ്ന അല്പസമയം കഴിയുമ്പോൾ വീട്ടിലെത്തുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ജസ്നയിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫാത്തിമത്തെ പറഞ്ഞോളൂ. ഫാത്തിമ സാറ് കുറച്ച് സമയം കൂടെ കുറച്ച് സമയം കൂടി ഫാത്തിമത്തിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഹൈപ്പർ ന്യൂട്ടൺ, ആർ യു റെഡി? Hyper Newton, are you ready? Yes, അപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഇനി ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് പറഞ്ഞ് ധൈര്യത്തോടു കൂടി വരാവുന്ന ആരാണ്? റബീന. പറഞ്ഞു നോക്കിയേ. ഞാനൊന്നും പ്രിപ്പയർ ആയില്ല. ഞാൻ ഓൺ ദി സ്പോട്ട് പറയാനാവോ നോക്കാം. യെസ്, ഓൺ ദി സ്പോട്ട് നോക്കിയാ. മട്ടന്നൂരുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ സുഹൃത്തുക്കളായിട്ട്. ധൈര്യമായിട്ട് പറയും. My best friend is Bhavina because she is very beautiful, good character and a good behavior. Yes. My all problems sharing to Bhavina. Yes. Very supported in all any matter. She is very supportive in all matter. Okay, very good. ഞാൻ വൃത്തിക്കുന്നത് പിന്നെ പറയാം. Okay, Rabina. Okay, very good. Tasni Tanveer. Tasni. Yes, sir. Okay. Tasniക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? യെസ്. അപ്പൊ തസ്നി പറയുന്നു തസ്നിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് തസ്നി പറയുന്നു. ഓക്കെ തസ്നി പറഞ്ഞോളൂ. കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ച് സ്പെല്ലിംഗ്, കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ. അതിനെ കുറിച്ച് ചിന്തിക്കാൻ വിടാ, വശം വിട്ടോളൂ. യെസ്, ധൈര്യമായിട്ട് പറഞ്ഞു. My best friend name is Nejuma. Nejuma. I have many friends, but Nejuma is my best friend. Oh? Nejuma Nawasana. അല്ല. Where is Nejuma? Okay. Very good. Okay. Continue. I have many friends, but Nejuma is my best friend. We study in the same school and also in the same class. Yes. She is also my neighbor. Yes. He studied with me 1 to 4th standard. Yes. And also same school but different classes. Yes.
and the end of the higher secondary study, we separately. Yes. A true friend is a precious thing. Yes. Without a friend, life is dull and boring. Yes, very good. Without a friend, life is dull and boring. Okay. I am really lucky to have a true friend. Yes. He is very lovable. Yes. And one of a proverb, a Yes. friend in need is a friend indeed. Yes, friend in need is a friend indeed. Okay. Very good, very good. ഞാനത് മനസ്സിൽ ഓർത്താണ്. അത് correct ആയിട്ട് പറഞ്ഞു. Yes. Now she married Yes. Idukki district. Yes. Okay. Okay, that's all. Oh, very good, Dasni. Okay. Very good. Yes. ഇനി ആരാണ് അടുത്തത്? ഞാൻ റെഡിയായി, നമ്മുടെ ആളുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൂടാതെ സോറി ഞാൻ ജസ്റ്റ് അറിയാൻ വിളിച്ചു. ഫർസാന പറഞ്ഞോളൂ. My best friend is Shemina. We have been friends since the age of 4. We have been lived nearby for 22 years. Yes, very good. Yes. I love her because she stands by my side when times get hard. She always makes me happy. Yes. Now she is living in Kodunallur and I am living Puttanjira. Yes. There have been miles between us, but we have always stayed friends. Yes. I am very lucky to have her as my best friend. Yes. She means everything to me. Yes. And I will always be loyal to her as a friend. Yes. That's also. Very good. Okay, Farsana വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നു. There is no the distance between Kodunallur and Puttanjira is not long distance. Okay. 25 minutes only. Okay. But we do not see each other. Yes. Okay. Very good. Yes. കീർത്തന വിനോദ്, ആലപ്പുഴയിലുള്ള കീർത്തനയുടെ സുഹൃത്തുക്കളെ കുറിച്ച് പറയും. സാറേ എനിക്കൊരു ഇച്ചിരി കൂടി ഒരു 5 മിനിറ്റ് കൂടി. Okay. Get ready. ജിനി ജോണി. സാർ ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സംഗതി പിടികിട്ടി കാണുമല്ലോ. Tell something about your friend. Okay. Yes. ഇനി ആരാണ് റെഡി ആയിട്ട് നിൽക്കുന്നത്? ഹൈപ്പർ ന്യൂട്ടൺ റെഡിയായോ? യെസ്. ശ്രുതി ശിവൻ. ശ്രുതി റെഡിയല്ല സാർ. റെഡിയാണ് അല്ലേ? അപ്പൊ അടുത്തതായിട്ട് തന്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നത് ശ്രുതിയാണ്. ശ്രുതിക്കുമുണ്ട് നല്ല സുഹൃത്തുക്കള്. അപ്പൊ ആ സുഹൃത്തുക്കളെ കുറിച്ച് ശ്രുതി പറയുകയാണ്. റെഡി ആയിട്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ. വെരി ഗുഡ്. ടേക്ക് യുവർ ടൈം. അമീന സിദ്ദിഖ്. Amina Siddiqui is also not ready. Geeta Ramachandran. നിങ്ങൾ ഞാൻ പറയാതെ മാറി നിൽക്കരുത്. പല കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് കൂടി വരികയാണ്. യെസ്. ഷഫ്ന കിങ്ങിണി. Yes. Fatimate, are you ready? Sir. Yes, പറഞ്ഞോളൂ. ഫാത്തിമത്ത് കഴിഞ്ഞാല് ലേഖ, അത് കഴിഞ്ഞാൽ കൃഷ്ണപ്രിയ. ഓക്കെ, റെഡി.
I have a best friend. Her name is Ismi. Yes, Bismi. Yes. Yes, We studied together in +2 class. yes, Then she shared me everything. I also shared my problems to her. yes, She is completely honest woman and joyful person. yes, She completed degree. Then that time I miss her a lot yes, because I complete a degree a separate a distinct college. yes, Then her marriage was done. Our happiness, a sorry, our happiness, good news, sadness, anxiety experience. Also, we shared. I have a freedom space to contact her. yes. Thank you. No, that is all. Okay, okay. We can understand your intimacy. Okay, very good. Between Fatima and Bismi. Okay, very good. Lekha. Yes, sir. Okay. Lekhയുടെ സുഹൃത്തുക്കളില്ലേ? ആ സുഹൃത്തുക്കളിൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. Okay. Okay, പറഞ്ഞു ലേഖ. My best Sir, friend is my best friend is Sini. Sini. She is Sini. Okay. SINY. She is my neighbor, Yes. and also she is my classmate in first standard into IT. Oh, very good. She was very helpful in my life. Yes. She has many problems in her family, Yes. and I help her each other. Yes. She is now working in Dubai. Yes. She calls me and share their problems and solve the problem. Yes. Okay. I tell my whole problems in my life only in my friend Sini. Yes. Okay, that's also. Okay. അത്രേ ഉള്ളൂ. Okay, ലേഖ. Very good. Okay. Very good. കൃഷ്ണപ്രിയ. സാർ ഞാൻ എന്നാലും ഞാൻ പറയാം. ഓക്കെ അത് കുഴപ്പമില്ല കൃഷ്ണപ്രിയ. അതൊന്ന് നമുക്കത് ആലോചിച്ച് കഴിഞ്ഞാല് നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് വരുമല്ലേ? അപ്പൊ അതൊന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ കൃഷ്ണപ്രിയ. യെസ്. Okay, sir. I have many friends, but my favorite friend name is Nisha. She is my neighbor. She is my childhood friend. She got married from 10 kilometers ago in my house. And not contact she regularly, but sometime the 1 month to 2 months also call her. Yes. Then lot of speaking that time. Yes. Then she's a lovely person. She's supporting the motivated to our life, and sometime she's many jobs of own time. She's the 3 child. Then she was the poor family. She worked in our earning money of herself. Many jobs. Yes. So I really proud to she's own earning money in or jobs. Okay. Then she's a good smile. She's talking about slowly and voice is sweetly. Yes. Then
ഡീപ്പ് വാസ് യുവർ ഒബ്സർവേഷൻ അബൌട്ട് യുവർ ഫ്രണ്ട് കൃഷ്ണപ്രിയ? നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് നിങ്ങൾ എത്രമാത്രം ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നു? ഓക്കെ, സ്മൈലിംഗ് and way of talking, everything that you have observed. Very good, very good. Krishnapriya, please continue. Okay, and then we are talking in some വഴക്കൂടുന്നതിന് എന്താ പറയുന്നത്? അപ്പോ പറഞ്ഞു വന്നപ്പോഴേക്കും എവിടെയോ ഒരു ഗദ്ഗതം തോന്നിയോ കൃഷ്ണപ്രിയ? ഇല്ല സാർ, പെട്ടെന്ന് സാർ പ്രിപ്പയർ അല്ലായിരുന്നു, ഞാൻ ആലോചിച്ച് പറഞ്ഞതാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ആലോചിച്ച് പറയണം. ആലോചിച്ച് പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു സഡൻ ഒരു എംപ്റ്റി ഹാൻഡ് ആയിട്ട്, അതായത് കയ്യിലൊന്നുമില്ലാതെ എവിടെയെങ്കിലും നമുക്ക് കയറി നിന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നു. അപ്പൊ നമുക്കറിയാം, ഒന്ന് കയ്യിലില്ലെങ്കിലും നമ്മൾ കയറി നിൽക്കുകയാണ്. ഓക്കെ, അതൊക്കെ അത് വന്നോളും. അത് കോൺഫിഡൻസ് ആണ്. ഓക്കെ കൃഷ്ണപ്രിയ, പറഞ്ഞത് തെറ്റൊന്നും നോക്കണ്ട. നോ പ്രോബ്ലം, ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ 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 ഓക്കെ, ദാറ്റ്സ് ഓൾ സാർ. സൗമ്യ പറഞ്ഞത് അതിന്റെ വിത്തൗട്ട് പ്രിപ്പറേഷൻ ആണ്. സൗമ്യ പറഞ്ഞില്ലേ, അത് വിത്തൗട്ട് പ്രിപ്പറേഷൻ ആണ്. അതായത് ധൈര്യമായിട്ടൊക്കെ കയറുക, അങ്ങനെ പറയുക. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ സാർ, ഞാൻ സാറിന്റെ ക്ലാസ് കാണാൻ തുടങ്ങിയിട്ട് അടുത്തതായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് പറയാനൊന്നും ഒരു ഇതില്ല. 2 ക്ലാസ്സിലായിട്ടേ കയറിയുള്ളൂ. കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്ന, ഒരു ഹസ്ബൻഡിന്റെ ഫാദർ മരിച്ചുപോയി. അതുകൊണ്ട് നമുക്ക് കുറെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇനിയിപ്പം വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ 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 കഴിയുന്നത്ര കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് വരുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പഠിച്ചെങ്കിൽ മാത്രമേ ഒന്ന് നമുക്ക് കൊണ്ടുവരും. പിന്നെ ഞാൻ ഇതേപോലുള്ള വിഷയങ്ങൾ എടുക്കുന്നത്, ഈ ഇതുപോലുള്ള വിഷയങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പറയാനുണ്ടാവും, അതുകൊണ്ടാണ്. അതെ സാർ, അതെ, നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലളിതമായിട്ടുള്ള വിഷയങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് വെക്കുന്നത്, നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയാസ് ഉള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോ ജസ്ന നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ജസ്ന പറഞ്ഞു ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ജസ്റ്റ് അതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ജസ്ന പറഞ്ഞു ഞാൻ പുറത്തായിരുന്നു, അടുത്ത സമയത്തിനുള്ളിൽ എത്തും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ അടുത്ത ജസ്ന പറയുകയാണ്. ജസ്ന പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ റിവ്യൂയിലോട്ട് വീണ്ടും വരാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീർത്തനയിലോട്ട് വരാം. അത് കഴിഞ്ഞാല് നജുമ നവാസ്, കേട്ടോ, റിബിയ, കീർത്തന, നജുമ. അപ്പൊ ഇപ്പൊ ഞാൻ ജസ്നയിലോട്ട് പോവുകയാണ്. ജസ്ന, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? Good morning, sir. Good morning. I have the greatest friend when I was a little kid, because she also my cousin sister. Yes. And she is one of my best friend. She knows everything about me. Still we are together like friend and also a sister. Yes. She is a part of my life. Yes. And her presence make me happy. Yes. Thank God for giving her. That's all. Very good, very good. അപ്പൊ ഇത് ഇതിന്റെ ഓഡിയോ റെക്കോർഡ് ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. എന്റെ കൂട്ടുകാരിയോട് പറയുക നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങള്. അപ്പൊ അവര് ചോദിക്കും ഇത്ര ടൈമുള്ള ഇനിയും പറയാമായിരുന്നില്ല എന്ന് ചോദിക്കും. യെസ്, okay, yes, sir. Very good, very good, very good. Okay, I appreciate your mind. Very good, very good. Rabia. Rabia is getting ready. Yes, ഈ ആരാണ് റെഡി ആയിട്ടുള്ളത്? കീർത്തനയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നജുമ. യെസ്, ഇനി ആർക്കെങ്കിലും ഇങ്ങോട്ട് ഞാൻ പറയാം, ഞാൻ പറഞ്ഞത് പറയാം. ഓക്കെ, സനില പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സനില പറഞ്ഞോളൂ. ഓക്കെ 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 My best friend is Sabina. She is my college friend. Sabina. She is my college friend. We were not in the same department, but in the same college. We have been staying as good friends for 13 years. She is very lovely, caring and supporting. All the time she cares me as a sister. We were first met in the KSRTC bus. Both our houses are in the same route. We share our feelings, emotions, happiness all the time together. She helped me in so many situations.
Both our family atmosphere are almost the same. She Yes. also have 2 sisters as I have. Her character is very good. She has a long, beautiful hair. Yes. I am lucky to have her in my life as a good friend. Okay. സനില, ഗുഡ് ഇംഗ്ലീഷ്, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഓക്കെ, നല്ല ഫ്ലോ, വെരി ഗുഡ്, കീപ് ഇറ്റ്. യെസ്, വെരി ഗുഡ്. യെസ്, ഇനി ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ടുള്ള 2 വാക്കുകൾ? യെസ്, കീർത്തന റെഡി ആയില്ലേ? കീർത്തന, യെസ് പറയൂ. ആലപ്പുഴ ഭാഗത്തുള്ള നല്ല സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? യെസ്, പറഞ്ഞോളൂ. Sharanya is my best friend. ശരണ്യ. He is my college mate. Yes. In college, first I am watching in college admission time. Yes. And one of the main attraction is her long hair. Yes. And very impressed. Yes. College is starting, class is starting. Sharanya is in my class. Yes. And 3 years, same college, same bus, same bench. Yes. Same bus, same college, same bench, same canteen. Okay. And I am sharing my feelings, emotions, and happiness. Each and every problem sharing with Sharanya. Yes. She is very loving and caring. Yes. I am tell all my secret in my dear best friend Sharanya. She knows all my secrets in my life. Okay. And my husband told me, Sharanya is your first husband. Very good. Very. Yes. In present situation, I am very in present situation സങ്കടം ഇരിക്കുന്ന സമയത്ത് സമയത്തായാലും എനിക്ക് അവളെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഐ ആം ഓക്കെ. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവള് പറഞ്ഞു തന്നിരിക്കും. അതാണ് ബെസ്റ്റ് ഫ്രണ്ട്. വെരി ഗുഡ്. അതുകൊണ്ട് വെരി ഗുഡ്. കീർത്തനയുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി എത്രമാത്രം നിങ്ങൾ തമ്മിലുള്ള ഇന്റിമസി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി അല്ലേ? കീർത്തനയുടെ ഫസ്റ്റ് ഹസ്ബൻഡ് ശരണ്യാണ്, ഇപ്പോഴത്തെ ഹസ്ബൻഡ് പറഞ്ഞ സ്ഥിതിക്ക് അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ. യെസ്. ഇനി ആരാണ് പറയുന്നത്? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, മൈ ഫേവറേറ്റ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇതിനെ കുറിച്ച് പറയുന്നത് ആരാണ്? മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹൈപ്പർ ന്യൂട്ടൺ. യെസ്. സഫീറ. യെസ്. ഫാത്തിമത്ത് പറഞ്ഞു. ഷഫ്ന. യെസ്. നിങ്ങളിങ്ങനെ മാറി നിൽക്കല്ലേ? നജ്മ നവാസ്. യെസ്. ഞാനിങ്ങനെ നമ്മളുടെ അല്പം വൈകിയാണെങ്കിലും നമ്മുടെ സിനി എബി വന്നിട്ടുണ്ടല്ലോ. സിനി, ഞാനിപ്പോ കേറിയുള്ളൂ സാർ, ഞാൻ ഒന്നും കേട്ടില്ല. സിമ്പിളായ വിഷയമാണ്, വേറെ ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വാഴാനിയിലുള്ള സിബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ആരാണെന്നാണ് ചോദിച്ചത്. ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? അതാണ് നമ്മൾക്ക് അറിയേണ്ടത്. ആ ബെസ്റ്റ് ഫ്രണ്ട് ആവാനുള്ള കാരണം എന്തുകൊണ്ടാണ് ആ ബെസ്റ്റ് ഫ്രണ്ടിനെ അങ്ങനെ തിരഞ്ഞെടുത്തത്? അതാണ് നമ്മൾ ചോദിച്ചത്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ഫ്രണ്ടിന്റെ പേര് പറയുന്നു. എന്തുകൊണ്ടാണ് അവൾ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയത്, അല്ലെങ്കിൽ അവൻ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയത് എന്നുള്ള കാരണം പറയുന്നേ ഉള്ളൂ. യെസ്. My best friend is Safna.
she and me are in same vibe. Yes. Is she your classmate, neighbor? It's my classmate in 5th standard to 10th standard. Yes. In some divisions, we are in different classes, but yes, more divisions, more classes is in the same division. Yes. Don't be depressed. അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്പം വൈകിയാണെങ്കിലും നമ്മൾ ഇത് പറഞ്ഞു നോക്കി കഴിയുമ്പോൾ we will come to a great level. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി സ്റ്റേജിലേക്ക് കയറി സംസാരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് പുള്ളിക്ക് ഷിവറിങ് വരികയും വാക്കുകൾ ഇങ്ങനെ വിക്കി വരികയും ചെയ്യും. പേടിയാണ് പുള്ളിക്ക്. പക്ഷെ പിന്നീട് ഞാൻ പുള്ളിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നീട് UC കോളേജിൽ വന്ന് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മാധ്യമ പ്രവർത്തകനായി അങ്ങനെയൊക്കെ പുള്ളി വേറെ ലെവലായി. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് പുള്ളി ഓൾ കേരള ഡിബേറ്റ് കോമ്പറ്റീഷനിൽ 2nd പ്രൈസ് വാങ്ങിച്ചു. അപ്പൊ എനിക്ക് വളരെ അത്ഭുതമായിരുന്നത്. കാരണം സംസാരിക്കാനായിട്ട് വളരെ പേടിയുള്ള, സംസാരിക്കാനായിട്ട് വളരെ വിക്കുണ്ടായിരുന്ന ഒരു കുട്ടി പിന്നീട് ഡിബേറ്റ് കോമ്പറ്റീഷൻ 2nd വാങ്ങിച്ചു. ഓൾ കേരള ലെവലിൽ നടന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ മാറും. നമുക്ക് ഒരു പക്ഷേ അതൊന്ന് ഓവർകം ചെയ്യണം എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടായാൽ മതി. ഓക്കെ, ബാക്കി ഇതേപോലെയുള്ള ക്ലാസ്സുകളിലും ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ മക്കളെ പഠിപ്പിക്കുമ്പോഴും കുറച്ചൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. തലേ ദിവസം പഠിപ്പിച്ചത് പിറ്റേ ദിവസം പറയുമ്പോൾ കംപ്ലീറ്റ് ഒരു വാക്ക് പോലെ മലയാളം പറയാതെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ അതൊക്കെ എങ്ങനെ റെഡിയാവും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നതിന് മുമ്പൊക്കെ അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. എന്തൊക്കെ സംഭവിച്ചു അതൊക്കെ ഒന്ന് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. ഇനി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലും എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. തെറ്റിക്കോട്ടെ, അത് നമ്മൾ പറയുക. ഇടയ്ക്ക് മൊബൈൽ എടുക്കുക, അതിന്റെ വോയിസ് റെക്കോർഡർ ഓൺ ആക്കുക. മിറർ ടെക്നിക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. മിറർ ടെക്നിക്ക്. പണ്ട് കാലത്ത് മൊബൈൽ ഒന്നുമില്ലല്ലോ. അപ്പൊ ഒരു മിറർ ടെക്നിക്ക്, കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുന്നു. അത് തന്നെയാണ് ഇത്. ഇവിടെ എന്ത് ചെയ്യാം, ഒരു വിഷയം അങ്ങോട്ട് സെലക്ട് ചെയ്യാം, ഏതെങ്കിലും ഒരു വിഷയം, എന്നിട്ട് അതിനെ കുറിച്ച് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് വെറുതെ അങ്ങോട്ട് പറയാം. ഓൺലൈൻ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്, അതിനെ കുറിച്ച് നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ വെറുതെ വോയിസ് റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പറയാം. ആരും വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പറഞ്ഞേക്കാം. ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച്? അതിന്റെ പ്രാധാന്യം എന്താണ്? ഇതിനെപ്പോലെ ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റാത്തവർക്ക് അതിനോട് ഗുണം എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ യെസ്, വെരി ഗുഡ്. മിറർ ടോക്കിംഗ് തന്നെ പറയുന്നത്, കണ്ണാടികൾ നോക്കി നമുക്ക് സംസാരിക്കാം. യെസ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ വോയിസ് റെക്കോർഡ് നോക്കുക. അതിന്റെ അങ്ങനെ പറഞ്ഞിട്ട് അത് വീണ്ടും നിങ്ങളോട് കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് തോന്നും, അയ്യേ ചമ്മല് എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാല് എന്താ പ്രശ്നമുള്ള? ആരോട് പറയാനാണ്? നമ്മുടെ മൊബൈല്, നമ്മുടെ ബാങ്ക്, നമ്മുടെ ഡാറ്റ. അതങ്ങോട്ട് പറഞ്ഞു നോക്കുക. ഓക്കെ റിബീന, എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഒരുപാട് പ്രാക്ടീസ് കൊണ്ടും അതിനോടൊപ്പം തന്നെ ഒരുപാട് സമയത്തെ പ്രയത്നം കൊണ്ടൊക്കെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് പറയുന്നില്ല. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് ഉണ്ടായെന്നല്ല തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഇരിക്കുക. എത്രയോ പ്രാവശ്യം വീണു, അതിനുശേഷം നിൽക്കാൻ പഠിച്ചത്. ഓക്കെ. അപ്പൊ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചമ്മല് എന്നുള്ള ആ വിഷയം വിട്. നിങ്ങൾ ആ ലെവലിൽ നിങ്ങൾ മാറും. ചമ്മുക എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഒതുക്കുന്നില്ല. ഇതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കോളേജില് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഞരമ്പ് പോലെ ഇരിക്കുന്ന വളരെ ഇത്രയും വണ്ണമുള്ള ഒരു പയ്യനുണ്ടായിരുന്നു പ്രീ ഡിഗ്രിക്ക്. അപ്പൊ ശ്രദ്ധിക്കുക എപ്പോഴും ആ പയ്യന്. വേറെ ഒന്നുമില്ല,
വണ്ടിയിൽ വരുമ്പോ ബഹളമായിരിക്കും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ റെക്കോർഡ് ബുക്ക് കയ്യിൽ കഷത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ ചമ്മുക നാണക്കേടുക അത് മാത്രം ഇല്ലാതിരിക്കുന്ന ഒരു പയ്യൻ. എപ്പോഴും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊരു പയ്യൻ. ഇപ്പോ മിസ്റ്റർ കോളേജ് എന്ന് പറയുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്ന സമയത്തും ഈ അപ്പൊ നല്ല സ്കൗട്ട് ആയിട്ടുള്ള ആളുകൾ വന്ന് അവരുടെ ബോഡി ഷോ കാണിക്കുമ്പോഴും ഇവരും വരുമ്പോൾ ഒരു നിക്കർ ഇട്ടുകൊണ്ട് അപ്പൊ ശരീരത്തിലൊന്നുമില്ല, ഏതാണ്ട് എക്സൽ എടുത്ത പോലെ ഇരിക്കുന്നത്, നമുക്ക് എല്ല് വരെ കാണാം. പക്ഷെ ആ പയ്യൻ പിന്നീട് ഞാൻ കാണുമ്പോ അവന്റെ പേര് സനിൽകുമാർ എന്ന് പറയുന്നത്, സിനിമാ നടൻ സനിൽകുമാറാണ്. അപ്പൊ ഞാൻ പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ സനിൽകുമാറിന്റെ പ്രത്യേകത ചമ്മൽ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നില്ല. ചമ്മുക എന്ന് പറയുന്ന സംഗതി അത് ഞാൻ ഇങ്ങനെയാണ്. അത് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറും. ഓക്കെ കോൺഫിഡൻസ് നമുക്ക് ഹൈ ലെവലായിരിക്കും. അതെ, കുറച്ചേരം കഴിഞ്ഞത് മാറും. അത് ഓട്ടോമാറ്റിക്. ഇപ്പൊ നിങ്ങൾ സ്ഥിരം ഒരാളെ പഠിക്കൊണ്ടിരിക്കുന്നതായിരിക്കും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നി, അത് പ്രതീക്ഷിച്ച് എന്തെങ്കിലും പിടക്കൊന്നുമില്ലേ അപ്പൊ പിണങ്ങാതിരിക്കുന്ന ആളെ ഒന്ന് പിരികേറ്റിട്ട് പോകും എന്ന് പറയുന്ന പോലെ നമ്മളെന്താണ് പറയും, ഇഷ്ടമുള്ളവർ കേൾക്കുക. നമ്മൾ പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് പറയേണ്ടത് നമുക്ക് ആവശ്യമില്ലാതെ അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ പറയുന്നു. ഓക്കെ എനിക്കറിയാം. ഞങ്ങളുടെ കോളേജിലെ മിസ് പറയായിരുന്നു, ഹിന്ദി ടീച്ചർ പറയായിരുന്നു, നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നോക്കി ഒരിക്കലും മുഖം വിഷമിച്ച പോലെ കാണിക്കാതെ ഒന്ന് ചിരിച്ചു നോക്കുക. അവര് പരിഹസിക്കുമ്പോൾ ജസ്റ്റ് അവരുടെ നേരെ ചിരിച്ചു, അവര് ചിരിക്കുന്നവരൊപ്പം നിങ്ങളും ചിരിച്ചു നോക്കുക, പിന്നീട് അവര് നിങ്ങളെ പരിഹസിക്കാൻ നിൽക്കില്ല എന്ന് പറയായിരുന്നു. അതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പതറരുത്. പതറി കഴിഞ്ഞാൽ നമ്മൾ പതറിയാലും നമ്മൾ പതറിയതുപോലെ ആ സംഗതി നമ്മള് ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഒരു കഥയാണ്. ഐസക് ന്യൂട്ടന്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലായിടത്തും ഒറ്റ പ്രസംഗമാണ്. അപ്പൊ ഐസക് ന്യൂട്ടൻ നടന്ന് ക്ഷീണിച്ചു. അപ്പൊ ഐസക് ന്യൂട്ടനെ കൊണ്ടുപോകുന്നത് കുതിരവണ്ടിക്കാണ്. അപ്പൊ കുതിരവണ്ടിക്കാരൻ വേദന പറഞ്ഞു, ഐസക് ന്യൂട്ടനോട് പറഞ്ഞു, സാറിന് ഐസക് ന്യൂട്ടൻ ക്ഷീണിതനാണ്, സാറിന് വേണമെങ്കിൽ ഇവിടെ ഇരുന്നു, ഞാൻ വേണമെങ്കിൽ പോയി പ്രസംഗിക്കാം. അപ്പൊ അവിടെ ഐസക് ന്യൂട്ടൻ അവിടെ ആരും അറിയില്ല. അപ്പൊ അങ്ങനെ ഒറിജിനൽ ഐസക് ന്യൂട്ടൻ കുതിരവണ്ടിയിൽ കിടന്നുറങ്ങുകയും കുതിരവണ്ടിക്കാരൻ അവിടെ ചെന്ന് ഐസക് ന്യൂട്ടന്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. കാരണം പുള്ളിയുടെ എല്ലായിടത്തും ഐസക് ന്യൂട്ടൻ കൊണ്ടുപോകുന്നു. അപ്പൊ പുള്ളിക്ക് ഇത് കേട്ട് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പക്ഷെ അവിടെ മാത്രമേ പ്രത്യേകത ഉണ്ടായി. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓഡിയൻസിന്റെ ഇടയിൽ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു. പക്ഷെ ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ആർക്ക് പറ്റിയില്ല? ഈ കുതിരവണ്ടിക്കാരന് പറ്റിയില്ല. കാരണം സംശയം വന്നു കഴിഞ്ഞപ്പോ അവിടെ പുള്ളി ഒന്ന് തകർന്നുപോയി. പക്ഷെ എങ്കിലും പുള്ളി എന്ത് ചെയ്തു? ആ തകർച്ച പുറത്ത് കാണിച്ചില്ല. പുള്ളി അതിന് വേറെ സിറ്റുവേഷനാക്കി മാറ്റുകയാണ്. നിങ്ങൾ ചോദിച്ച സംശയം അത് വളരെ നിസ്സാരമാണ്. ഇത്രയും നിസ്സാര ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാറില്ല. ഇതിന് മറുപടി പറയാൻ എന്റെ വണ്ടിയിലിരിക്കുന്ന കുതിരക്കാരൻ മതി, അദ്ദേഹത്തെ വിളിക്കും എന്ന് പറയും. അപ്പൊ അത് വരുന്ന ഒറിജിനൽ ഐസക് ന്യൂട്ടനാണ്. ന്യൂട്ടൺസ് ലോയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പൊ എപ്പോഴും നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു പഴുത എവിടെ ഉണ്ടാവും. നിങ്ങളെ കളിയാക്കുന്നവർ നിങ്ങളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നേരത്തെ സിനി പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ അവർ ചിന്തിക്കും, ഞാൻ പറഞ്ഞിട്ട് ഏജിയില്ലെന്ന് തോന്നുന്നു എന്ന് വിചാരിക്കും. പിന്നെ കളിയാക്കാൻ പറ്റില്ല. യെസ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ ജീവിതത്തിൽ തകർന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പിന്നെ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോഴല്ല. അപ്പൊ അവര് തകരുള്ളൂ. അപ്പൊ ആ ഒരു ഔട്ട്ലുക്ക് കാഴ്ചപ്പാടായിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ ഇല്ലായ്മയെ കുറിച്ച് ആ കഴിവില്ലായ്മയെ കുറിച്ച് പുറത്തൊന്നും പറയണ്ട. നിങ്ങൾ കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ ആ ഇല്ലായ്മയെ കുറിച്ച് പറയും. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നോ നീഡ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വില്യം വേഴ്സ്വർത്തിന്റെ ഒരു കവിതയില്ല, ഓക്കെ റിബി, ഓക്കെ വീടിന്റെ പണിയൊക്കെ നടക്കട്ടെ. എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീട്? യെസ്, ഓക്കെ യെസ്. അപ്പൊ വില്യം വേഴ്സ്വർത്തിന്റെ ഒരു കവിതയില്ല. അപ്പൊ അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഇപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് സമയമായി നിങ്ങൾ ഓർത്താൽ മതി. കാരണം വിധി നമുക്കൊരു അവസരം തരാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഈ
പ്രധാനമന്ത്രിയുടെ മകൻ ചിലപ്പോൾ വീണ്ടും മറ്റൊരു പ്രധാനമന്ത്രിയാണ്. ചില ആളുകളിലേക്ക് ഈ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചേൽപ്പിക്കപ്പെടും. ചില ആളുകൾക്ക് ഒരു പക്ഷെ അത് പാരമ്പര്യമായിട്ട് ലഭിക്കും. ഇപ്പൊ ദുൽഖർ സൽമാൻ സിനിമാ നടനാകുമ്പോൾ നിങ്ങളെങ്കിലും പറയും ദുൽഖറിന് സിനിമാ നടനായ ഒരു അച്ഛനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ റൂട്ടിലോട്ട് വരാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. യെസ്, ഓക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക മമ്മൂട്ടിക്കൊരു സിനിമാ നടനായ അച്ഛനുണ്ടായിരുന്നില്ല. യെസ്, അപ്പൊ ഇത് രണ്ടാണ്. ഒരു പക്ഷെ നമ്മൾ ആ വീട്ടിൽ ജനിക്കാത്തത് കൊണ്ട് ഒരു പക്ഷെ നമുക്ക് ഒരു പക്ഷെ ആ ഒരു ലെവലിലൂടെ പെട്ടെന്ന് വരാൻ പറ്റില്ല. നമുക്ക് കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. ഇതുള്ളൂ. എല്ലാവർക്കും ഒരു കഴിവുന്നേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാവർക്കും ഒരു കഴിവ്. അപ്പൊ അതുകൊണ്ട് ഡോണ്ട് ബി ഡിപ്രസ്ഡ്, ഡോണ്ട് ബി സപ്രസ്ഡ്, ബി ഹാപ്പി ഓൾവേസ്, തിങ്ക് പോസിറ്റിവിറ്റി, ആക്ട് പോസിറ്റിവിറ്റി, സക്സസ് വിൽ ബി യുവേഴ്സ്. വിജയം നിങ്ങൾക്ക് അരികിലെത്തും. ഓക്കെ, we will meet in the next class. Okay, bye. Thank you, sir. Okay. Thank you, sir. Okay, Kirtana.